ഹലോ ഹായ് നമസ്കാരം. ഫെബ്രുവരി മാസം 15 UVDV വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ UVDV എപ്പിസോഡ്സ് രാത്രിയാവുന്നത് വീക്കെൻഡ്സിലായിരിക്കും, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. കാര്യം ഈ ദിവസങ്ങളിലൊക്കെ സിനിമ റിലീസുണ്ട്. നമ്മുടെ മെയിൻ ചാനൽ ഉണ്ണി വ്ളോഗ് സിനി ഫയൽ, അതിൽ നമ്മൾ സിനിമ സംബന്ധിയായിട്ടുള്ള വീഡിയോസ് കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പത്രം വായിക്കാൻ സമയം രാത്രിയാവും. അത് വായിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അർദ്ധരാത്രി വീഡിയോസ് വരുന്നത്, ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മലയാള മനോരമയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനോരമ, ദേശാഭിമാനി, മാതൃഭൂമി 3 പത്രങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നത്, സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ളത് സപ്ലൈകോയിൽ വില കൂട്ടി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സപ്ലൈകോ ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെയധികം വില കുറച്ചാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ കുറവിൻ്റെ മാർജിനിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാന സംഭവം. അതായത് സപ്ലൈകോ സബ്സിഡി കൊടുക്കുന്ന 13ഓളം സാധനങ്ങൾക്ക് സബ്സിഡി എമൗണ്ട് കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 70% നിലവിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറവുണ്ടായിരുന്നത്. ആ 70 എന്നുള്ളത് 35% ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 100 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്നൊരു സാധനം സപ്ലൈകോ കൊടുക്കുന്നത് 30 രൂപയ്ക്കായിരുന്നു. പക്ഷേ സപ്ലൈകോയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ഭാരമല്ല അത് എന്നുള്ളൊരു തിരിച്ചറിവിനെ തുടർന്ന് ഓൾറെഡി വില കൂട്ടാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കൂട്ടി വിൽക്കാനല്ല, സബ്സിഡി എമൗണ്ട് ഒന്ന് വെട്ടിക്കുറയ്ക്കുന്നത്. അങ്ങനെ 70% ഡിസ്കൗണ്ട് എന്നുള്ളത് 35% ആക്കി മാറ്റുകയാണ്. അതായത് നേരത്തെ നമ്മൾ 100 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന സപ്ലൈകോയിൽ നിന്ന് 30 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇനി സപ്ലൈകോയിൽ നിന്ന് 65 രൂപയ്ക്കായിരിക്കും വാങ്ങാൻ പറ്റുക. അരിയും പഞ്ചസാര ഉൾപ്പെടെയുള്ള 13ഓളം സാധനങ്ങൾക്കാണ് വില കൂടുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വില കൂടാൻ പോകുന്നത് മുളകിനായിരിക്കും എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾക്കാണ് ഈ പറഞ്ഞ സബ്സിഡി എമൗണ്ടിൽ ചേഞ്ച് വരുന്നത്. മനോരമയുടെ ടൈറ്റിൽ കറക്റ്റാണ്, സപ്ലൈകോയിൽ വില കൂട്ടി എന്നുള്ളതാണ്. പക്ഷേ പുറത്തുള്ളതിനേക്കാൾ വില കൂട്ടി എന്നല്ല ആ വാർത്ത വരുന്നത്. പക്ഷേ ദേശാഭിമാനിയിലേക്ക് വരും, എനിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോകാൻ തോന്നുന്നു. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വില നിയന്ത്രണത്തിന് ഇടപെടൽ, അതാണ് ഫ്രണ്ട് പേജിൽ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ. പൊതുവിതരണത്തിന് 2001 കോടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. സപ്ലൈകോ വിൽപ്പനശാലകളിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾ ആവശ്യമായ എത്ര ലഭ്യമാക്കും എന്നേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ സബ്സിഡി എമൗണ്ട് വെട്ടിക്കുറയ്ക്കുന്ന കാര്യം അത് കൊടുത്തിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏറ്റവും വിലക്കുറവുള്ള സംസ്ഥാനമാണ് കേരളം. വില നിയന്ത്രണത്തിന് ആവശ്യമായ എല്ലാ സഹായവും ഉണ്ടാവും. നെല്ല് സംഭരണത്തിൽ നിലവിലെ സമ്പ്രദായം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. 13 സാധനങ്ങൾക്ക് സബ്സിഡി വെട്ടിക്കുറച്ചതില്ല, 13 സാധനങ്ങൾ സപ്ലൈകോയിൽ ആവശ്യത്തിന് ലഭ്യമാക്കും എന്നാണ് ദേശാഭിമാനി അറിയിച്ചിട്ടുള്ളത്. മാതൃഭൂമിയിലും ഈ വില കൂടുതൽ അല്ലെങ്കിൽ വിലക്കയറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പത്രങ്ങളുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് എന്നൊന്ന് ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ മനോരമ കൊടുത്തിട്ടുള്ള ഫ്രണ്ട് പേജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അബുദാബിയിലെ ശിലാക്ഷേത്രം സമർപ്പിച്ച് പ്രധാനമന്ത്രി മോദി എന്നുള്ളതാണ്. ആ രാജ്യത്തിൻ്റെ മാനവികതയും സഹിഷ്ണുതയും ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു അവസരമായിരുന്നു. എല്ലാ മതവിശ്വാസികൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ കൂടെ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഒരു ആശുപത്രി നിർമ്മിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് അതിന് സ്ഥലം നൽകും എന്നുള്ളൊരു കാര്യവും മറ്റൊരു പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മനോരമയിലല്ലെന്ന് തോന്നുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ പത്രത്തിൻ്റെ ഒരു കോണിൽ ഏറ്റവും ടോപ്പിൽ പ്രധാനമന്ത്രി തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉള്ളപ്പോൾ അതിൻ്റെ ഇങ്ങേ കോർണറിൽ കർഷകർ കഷ്ടപ്പെടുന്ന വാർത്തയാണുള്ളത്. ഡൽഹിയിലേക്ക് പ്രതിഷേധത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന കർഷകരെ ഹരിയാനയിൽ വെച്ച് തടയുകയും അവിടെ ഒരുപാട് ആക്രമണങ്ങൾ, അവർക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം, അത് ഡ്രോണൊക്കെ പറത്തിക്കൊണ്ട് ആക്രമിക്കുന്നു. അവർ കടന്നു പോകാതിരിക്കാൻ വേണ്ടി വഴിയെല്ലാം JCB വെച്ച് കുത്തിപ്പൊളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പരിക്ക് പറ്റിയ ഒരു കർഷകന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഫോട്ടോയാണ് ഒരു കോർണറിൽ കൊടുത്തിട്ടുള്ളത്. ദില്ലി ചലോ മാർച്ചിന് നേരെ ഡ്രോൺ വഴി കണ്ണീർവാതകം വീണ്ടും, കർഷകർക്ക് വീണ്ടും കണ്ണീർ. അപ്പോൾ ഈ പരിപാടി ഹരിയാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ്. പഞ്ചാബ് ഇതിനെതിരെയുള്ള പ്രതിഷേധം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ പ്രതിഷേധക്കാരങ്ങോട്ട് വന്നോട്ടെ, അപ്പോഴേക്കും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിൽ അത് അങ്ങനെയാണല്ലോ ഡീൽ ചെയ്യേണ്ടത്. കർഷകരുടെ മെക്കിട്ട് കയറുക എന്ന് പറയുന്നത്, അവരെ ആക്രമിക്കുക, തടയുക, അവരൊരു ഭീകരവാദികളെ പോലെ നോക്കിക്കാണുക എന്നൊക്കെ പറയുന്നത്. ഇടയ്ക്കൊരു മീം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് ഡൽഹിയിൽ പോയി ഏതെങ്കിലും ഒരു സെൻട്രൽ മിനിസ്ട്രിയോ PM-നെ തന്നെയോ കാണുന്നുണ്ടെങ്കിൽ പരവതാനി വിരിക്കുമ്പോൾ കർഷകൻ അങ്ങോട്ട് പോകുമ്പോൾ അവന് മുള്ളുകളുള്ള പാത ഒരുക്കുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഈ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒരു ഭാരത ബന്ദ് നാളെ പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ പ്രകടനം മാത്രമായിട്ട് ഒതുങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കർഷകർക്ക് നേരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ മലയാളത്തിൽ ഈ കർഷകർക്ക് വേണ്ടി പ്രതികരിച്ച ആരൊക്കെ ഉണ്ടായിരുന്നു, അവരെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ഞാനൊരു മലയാളി എന്നുള്ളത് കൊണ്ട് മലയാളികളായ കർഷകർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമേ അവർ പ്രതികരിക്കുള്ളൂ എന്നെനിക്കറിയില്ല.
അല്ല, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ. നിങ്ങൾ ഇതിനൊക്കെ പ്രതികരിക്കണം, ഇതിനൊക്കെ പ്രതികരിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് മോശമാണ്. പക്ഷെ കണ്ടില്ല, അതൊന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ഫീല് പങ്കുവെച്ചു, അത്രേ ഉള്ളൂ. ഇനി ഒരു രസമുള്ള കാര്യം, കൊച്ചി കോർപ്പറേഷൻ 20 കോടി രൂപ കൊതുകിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കൊതുകിന് തീറ്റയും വെള്ളവും കൊടുത്ത് വളർത്താനല്ല, കൊതുകിനെ കൊന്നൊടുക്കാൻ വേണ്ടി, കൊതുക് നിവാരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഈ കൊതുക് നശീകരണം എന്ന് പറയുന്നത്. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ എറണാകുളത്ത് വരുന്നത്. അതായത് 99 ആ കാലഘട്ടം മുതൽ കേൾക്കുന്ന കാര്യമാണ് കൊതുക് നിവാരണം എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഈ കോർപ്പറേഷനിൽ നിന്ന് ചേട്ടന്മാർ വന്നിട്ട് മറ്റേ മരുന്നടിച്ചിട്ട് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു, ഫോഗിങ് പരിപാടിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഫോഗിങ് നടക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. എന്തായാലും കൊതുകിനെ നശീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊതുകിൻ്റെ പരിപാടി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അവർ പെറ്റുപെരുകുന്നുണ്ട്, ആവശ്യത്തിന് ആളുകളെ കടിക്കുന്നുണ്ട്, കുറേ പേരെ ആശുപത്രിയിലാക്കുന്നുണ്ട്, കുറേ പേര് മുകളിലേക്കും വിളിക്കുന്നുണ്ട്. ഈ കൊതുകിനെ കൊല്ലുന്നതായിട്ട് ബന്ധപ്പെട്ട് തമാശകൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴാണെന്ന് ഓർമ്മയില്ല, ഞാൻ കൊച്ചിയിൽ മോർണിംഗ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതായത് ഈ കൊച്ചിയിലെ കൊതുകിൻ്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത് ചതുപ്പ് നിലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന് ഹെലികോപ്റ്ററിൽ മരുന്നടിക്കുന്നു, അങ്ങനെ എന്തോ ഒരു പരിപാടി എപ്പോഴോ നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചിലപ്പം എക്സാക്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഒരു പദ്ധതി അങ്ങനെ എന്തോ നടപ്പിലാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻ്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം നമ്മൾ മരുന്നടിച്ച് ഒരു ഏരിയയിൽ കൊതുകിനെ ഒതുക്കി എന്ന് വിചാരിച്ചിട്ട് 2 ദിവസം മരുന്നടിക്കാതിരുന്നു കഴിഞ്ഞാൽ കൊതുകിൻ്റെ പാട്ടിന് വളർന്ന് വലുതാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. 1999 അത് എൻ്റെ ഓർമ്മ വെച്ച കാലം. അതിനു മുമ്പ് ഇഷ്ടംപോലെ ആളുകൾ കൊച്ചിയിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും കൊതുകിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത്, പിന്നെ ആളുകളുടെ കൂടി കളക്റ്റീവായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവണം. ഇപ്പോൾ വേനൽക്കാലമൊക്കെ വരികയാണ്, കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, ഒരു 3-4 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേനലൊന്ന് ഒതുങ്ങി മഴ പെയ്യേണ്ട ഒരു സമയമൊക്കെ ആവും. അപ്പോൾ അതിനു മുമ്പ് ഈ വേനൽക്കാലത്ത് തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വീടിൻ്റെ അടുത്ത് മറ്റേ മലർന്നു കിടക്കുന്ന ചിരട്ട കമഴ്ത്തി വെക്കുന്നത് പോലും നിങ്ങൾ കൊതുകിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാവുന്നു എന്നുള്ളതിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ കളക്റ്റീവായിട്ടുള്ളൊരു ശ്രമത്തിലൂടെ എല്ലാവരും, പൊതുജനങ്ങളും അഴിമതി കാണിക്കാത്ത കോർപ്പറേഷനും അവരുടെ പദ്ധതികളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ആ ശ്രമം കൺസിസ്റ്റൻ്റായി നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ, അത് എത്ര നാൾ തുടർന്ന് പോകുന്നോ അത്രയും നാൾ നമുക്ക് കൊതുകടിയിൽ നിന്ന് ഒരാശ്വാസമൊക്കെ കിട്ടിയേക്കാം. മനോരമ ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്, കൊതുകിനെ കൊല്ലുക എന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമാണ്. യുദ്ധത്തിനിറങ്ങണമെങ്കിൽ പടക്കോപ്പുകൾ ധാരാളം വേണം, അതാണ് മെയിൻ. കൊതുക് നശീകരണി വാങ്ങുന്നതിൻ്റെ കണക്കൊക്കെ ആര് ചോദിക്കാൻ? ഇതൊക്കെ കണ്ട് കൊതുക് പേടിച്ച് സ്വയം നാട് വിട്ടു പോയാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ പണവും പോവും, കൊതുകിൻ്റെ കടിയും കൊള്ളാം. ലേഖകൻ ആരാണെന്നുള്ളത് കൊടുത്തിട്ടില്ല, ചുമ്മാ ഒന്ന് റിസർച്ച് ചെയ്ത് ഒരു പാരഗ്രാഫിൽ ഇന്ന ആളിങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതുകൂടി ഒന്ന് പരിഗണിക്കണം എന്നൊക്കെയുള്ള ഒരു സാധനം ഇതിൻ്റെ കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ സർക്കാസത്തിനേക്കാൾ കുറച്ചും കൂടി വായിക്കുമ്പോൾ ഒരു സ്നേഹം ഫീൽ ചെയ്തേനെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ പടക്കപ്പുര സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളൊക്കെയാണ്. മജിസ്റ്റീരിയൽ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. സബ് കളക്ടർക്ക് അന്വേഷണ ചുമതല കൊടുത്തുകൊണ്ട് അന്വേഷണ പരിപാടികൾ ആരംഭിക്കുന്നു. തീർച്ചയായും അന്വേഷണം വേണം. ആ അന്വേഷണം ആർക്ക് നേരെ നീണ്ടു കഴിഞ്ഞാലും അവിടെ പദവിയും പണവും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ തടസ്സമായി ഒരു കാരണവശാലും വരാൻ പാടില്ല. കാരണം ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളും നമ്മളിനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. അതായത് ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ അതിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നു. പിന്നെ ഈ പൊളിഞ്ഞ വീടുകൾക്കും ഒരു കുടുംബം ജീവിച്ചിരുന്നൊരു സ്ഥലമാണ്, അവരുടെ ജീവനും സ്വത്തും ഒക്കെ ഉണ്ടായിരുന്ന, അവരുടെ ഇമോഷണൽ കണക്റ്റുകളുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വീടെന്ന് പറയുന്നത്. അങ്ങനെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, ചിലത് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ പിന്നെ എന്ത് ചെയ്യും? അവർക്കിനി എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ? ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ? വെടിക്കെട്ടിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ വെടിക്കെട്ടിന് കൊണ്ടുവന്ന് പൊട്ടിക്കാൻ വെച്ചിരുന്ന കാര്യങ്ങളുടെ കണക്ക് തന്നെ വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഊരി പോകാനുള്ള പഴുതുകൾ ഒരുപാടുണ്ടാവും. പിന്നെ ഇത്രയും കരിമരുന്ന്, വെടിമരുന്നൊക്കെ പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ അത് പരിസ്ഥിതിക്കുണ്ടാക്കിയിട്ടുള്ള ഒരു ആഘാതം ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അതിൻ്റെ എഫക്റ്റുകൾ നാട്ടിലുള്ളവരൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പറയുമ്പം കുറച്ച് പേടിയുണ്ടാകുന്ന കാര്യമാണ്, പക്ഷേ അവിടെ ജീവിക്കുന്ന ആളുകളുടെ ആശങ്കയാണത്. മനോരമ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയധികം ജനങ്ങളെ, ജീവികളെ, മൃഗസംരക്ഷണ വകുപ്പുകളൊക്കെ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അതിൽ എത്രയോ ജീവികൾ, അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ കൂടിനകത്ത് കിടക്കുന്ന നായ്ക്കളടക്കം ഒരുപാട് ജീവികൾ, അവരൊക്കെ അത്രയും സ്പീഡിൽ പരിഭ്രാന്തരായി ഓടുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ജീവികൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, എത്ര ജീവനുകൾക്കാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ കടുത്ത നടപടികൾ ഉണ്ടാവണം. ഇനി ഇങ്ങനൊരു കാര്യം ഒരു കാരണവശാലും ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നടപടികൾ. ഇതൊക്കെ പറയുമ്പം കുറച്ച് നാൾ കഴിയുമ്പം എല്ലാം തദൈവ എന്ന് പറയുന്ന പോലെ അത് കുഴപ്പമില്ല, അത് നമുക്ക് അങ്ങനെ നടത്തിയേക്കാം എന്ന് പലരും വിചാരിക്കുകയും പല പരിപാടികൾ ഇവിടെ നടക്കാറുമുണ്ട്.
ഇതങ്ങനെ ആവാതിരിക്കട്ടെ. ഇനി ഒരു ഹെഡിങ്ങിനെ കുറിച്ചാണ്, അതിലൊരു വാക്കിൻ്റെ പ്രയോഗത്തിനെ കുറിച്ചാണ്. മാതൃഭൂമിയും ഇങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു, ദേശാഭിമാനിയിൽ ഞാൻ ഓർക്കുന്നില്ല. രാജകുടുംബാംഗങ്ങൾക്ക് പെൻഷൻ മുൻകാല പ്രാബല്യം നിഷേധിച്ചത് റദ്ദാക്കി എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എന്നാണല്ലോ പറയുക. അതായത് അദ്ദേഹം ആ സ്ഥാനത്തില്ല. അതുപോലെ മുമ്പ് രാഷ്ട്രപതിയായിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ മുൻ രാഷ്ട്രപതി എന്ന് പറയും. എന്ന് പറയുന്ന പോലെ മുൻ രാജകുടുംബാംഗങ്ങൾക്ക് പെൻഷൻ എന്നല്ലേ അവിടെ ശരിക്കും വരേണ്ടത്. ഒരു പണ്ട് രാജകുടുംബമായിരുന്ന ഒരു കുടുംബത്തിലെ ഇന്ന് രാജ്യവും രാജാവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണത് രാജകുടുംബം ആവുന്നത്? എനിക്കറിയില്ല. വാക്പ്രയോഗങ്ങളിൽ ഉള്ളൊരു കാര്യമാണ്. ഇപ്പോഴും തമ്പുരാട്ടി, തമ്പ്രാൻ എന്നൊക്കെ വിളിക്കാൻ വളരെയധികം ആവേശമുള്ള ആളുകളുമുണ്ട്. അങ്ങനെ വിളിക്കാൻ മാധ്യമങ്ങൾക്കും വലിയ താല്പര്യമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യമാണത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് 2-3 ദിവസമായി. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒരു വ്യക്തത വന്നതിന് ശേഷം സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചൊരു കാര്യമാണ്. എറണാകുളത്ത് ഒരു കുട്ടിയുടെ മുകളിൽ കാറ് കയറി ഇറങ്ങിയിട്ട് ആ കാറ് നിർത്താതെ പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷയിൽ നിന്ന് കുട്ടി തെറിച്ച് വീഴുന്നു. ആ കുട്ടിക്ക് പരിക്കുകൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ സമ്മതിക്കുന്നില്ല ഇത് ഓട്ടോറിക്ഷയിൽ നിന്ന് വീണതൊന്നും അല്ലാന്ന്. അങ്ങനെ അവർ CCTV ദൃശ്യങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് വീണ കുട്ടിയുടെ പുറത്തുകൂടി പുറകെ വന്നൊരു കാറ് കയറി ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷെ അവർ നിർത്തിയില്ല. അങ്ങനെ ആ കാറിൻ്റെ നമ്പറൊന്നും വ്യക്തമല്ലായിരുന്നെങ്കിൽ പോലും പോലീസ് വളരെ കാര്യക്ഷമമായി അന്വേഷിച്ച് വാഹന ഉടമയെ കണ്ടെത്തി. എന്തായാലും വാഹന ഉടമയും വാഹനം ഓടിച്ച ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓടിച്ചിരുന്ന ആളും വാഹന ഉടമയും ആ സമയത്ത് വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും 2 കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല ഈ കുട്ടിയുടെ ദേഹത്ത് വണ്ടി കയറി ഇറങ്ങിയത് അവരറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. 7 വയസ്സുള്ളൊരു കുഞ്ഞാണ്. കുഞ്ഞിപ്പോഴും വളരെ സീരിയസ് ആയിട്ട് തന്നെ ആശുപത്രിയിലാണ്. തീർച്ചയായും ഇതിൽ പോലീസ് എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്, ഈ കേസിൽ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു യാത്ര എന്നുള്ളതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് ഈ ചെറിയൊരു കുട്ടി വന്ന് വീഴുമ്പം അവരറിയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വാഹനം കയറി ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. അത് മനസ്സിലായിട്ട് അവർ മനഃപൂർവ്വം നിർത്താതെ പോയതാണോ? അങ്ങനെ മനഃപൂർവ്വം നിർത്താതെ പോയതാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടി ഒരു ആക്സിഡൻ്റ് ആയി എന്ന് വിചാരിക്കും. നമ്മൾ കാർ ഓടിച്ച് പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് വലിയൊരു വണ്ടിയാണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ വണ്ടി തട്ടിയിട്ട് ഒരാൾ ആക്സിഡൻ്റ് ആയി. ആ ആളെ അവിടെ ഇടിച്ചിട്ടിട്ട് നമ്മൾ കടന്നു കളയാന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ കേസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതായത് നമ്മൾ വണ്ടി ഇടിക്കുന്നതിനേക്കാൾ, ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു വകുപ്പാണ് വണ്ടി നിർത്താതെ പോകുക എന്നുള്ളത്. വലിയ ശിക്ഷയുമാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഈ വണ്ടി തട്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ വണ്ടി നിർത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ രോഷാകുലരായിട്ട്, ചില നാട്ടുകാർക്ക് അങ്ങനെയാണല്ലോ, ഈ വികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാവരെയും അങ്ങ് തല്ലണമെന്ന് തോന്നുന്നു, അവരെല്ലാവരുടെയും അച്ഛനായിട്ട് മാറും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വണ്ടി തട്ടി ഒരാൾക്ക് അപകടമുണ്ടായി, നാട്ടുകാർ ഓടിക്കൂടി, തല്ല് കിട്ടും എന്നൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ജീവന് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും, ജീവനും ആരോഗ്യത്തിനും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് നിർത്താതെ പോകല്ലേ വഴിയുള്ളൂ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, വാഹനം ഇടിച്ച ആൾ സേഫ് ആകും എന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ, അതായത് നാട്ടുകാർ കൂടിയിട്ടുണ്ട്, അയാളെ ആശുപത്രിയിൽ എത്തിക്കും, അയാൾ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും, അതിനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ട് എന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ വാഹനം പോകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന പോലീസ് സ്റ്റേഷൻ ഏതാണോ അവിടെ അറിയിക്കുക. ഇങ്ങനെ എൻ്റെ വാഹനം തട്ടിയിട്ടുണ്ട്, അവിടെ ആൾക്കാരുണ്ടായിരുന്നു, എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ടില്ല, അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരാരെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമായിരിക്കും എന്നുള്ള കാര്യം പോലീസിന് ഇൻഫോം ചെയ്യാമെന്ന് പറയുന്നൊരു കാര്യം, അത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ 100% ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഞാനൊരു മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പം എന്തായാലും വിളിക്കാനുള്ള സമയമില്ല, 12:19 ആവുന്നു സമയം, അർദ്ധരാത്രി. പക്ഷെ ഒരിക്കലും ഇടിച്ചിട്ട് കടന്നു കളയാന്ന് പറയുന്നത്, നമ്മളെ പിടിക്കില്ല, നമ്മളെ ചേസ് ചെയ്യൂല എന്ന് പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടുന്നത്, മനഃപൂർവ്വം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ഇവരിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കണം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വിശദമായിട്ട് അറിയണം. വരും ദിവസങ്ങളിൽ അതറിയാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. അവിടെ നമ്മൾ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നേരത്തെ പറഞ്ഞ കർഷകരുടെ ഉണ്ട്. പക്ഷേ കർഷകർക്ക് നേരെയുള്ള ആക്രമണത്തിനേക്കാൾ കൂടുതൽ ആ ഹെഡിങ്ങിനൊക്കെ കൊടുത്തത് കർഷകരുമായി അനുനയത്തിന് എന്നാണ്. പക്ഷേ അനുനയത്തിന് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ ക്രിമിനൽസിനെ ഡീൽ ചെയ്യുന്ന പോലെ ഡീൽ ചെയ്യൂ. പിന്നെ നമ്മുടെ അബുദാബിയിലെ ക്ഷേത്ര സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത വിത്ത് ഫോട്ടോ ഉണ്ട്. മറ്റൊരു രസമുള്ള വാർത്ത എന്ന് എനിക്ക് തോന്നിയത്, ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി, ഇനി അത് മനുഷ്യമൂത്രത്തിൽ നിന്ന് ഉണ്ടാക്കാനുള്ള പരീക്ഷണ പരിപാടികൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്തയാണ്. വിശദമായിട്ട് വായിച്ചാൽ, മൂത്രത്തിൽ നിന്ന് വൈദ്യുതിയും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാമെന്ന കണ്ടെത്തലുമായി പാലക്കാട് IIT-യിലെ ഗവേഷക സംഘം ആദ്യഘട്ടത്തിൽ ഗോമൂത്രം ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയിച്ചു. കണ്ടെത്തലുകൾ സയൻസ് ഡയറക്റ്റ് എന്ന ഓൺലൈൻ ജേണലിൽ പ്രസിദ്ധപ്പെടുത്തി. മനുഷ്യമൂത്രം ഉപയോഗിച്ച് പരീക്ഷണത്തിനൊരുങ്ങുകയാണ് സംഘം. 20,000 രൂപ വരെയാണ് ഈ പരീക്ഷണത്തിനുള്ള വസ്തുക്കൾക്കായി ചെലവിട്ടത്. വാണിജ്യാടിസ്ഥാനത്തിൽ തയ്യാറാക്കുമ്പോഴുണ്ടാവുന്ന ചെലവ് കണക്കാക്കിയിട്ടില്ല.
കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് 2 വർഷം മുമ്പാണ് സംഘം പരീക്ഷണം ആരംഭിച്ചത്. പേറ്റന്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന ഇൻവെൻറ്റീവ് മേളയിൽ ഇവരുടെ പ്രൊജക്ട് ശ്രദ്ധ നേടിയിരുന്നു. ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വളരെയധികം ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യമൂത്രത്തിൽ നിന്നാവുമ്പോൾ അത്രയും ശ്രദ്ധ കിട്ടുമെന്നറിയില്ല. പക്ഷേ പരിപാടി വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ നമുക്ക് പൊടി തട്ടിയെടുക്കാവുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വഴിയോരങ്ങളിൽ ശൗചാലയങ്ങൾ സ്ഥാപിക്കുന്ന പരിപാടി ഒന്ന് ഊർജിതമാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന ആൾ പെട്ടെന്നൊന്ന് മുള്ളമുട്ടുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ പെട്രോൾ പമ്പിൽ എവിടെയെങ്കിലും കയറുക എന്നുള്ളതാണ്. പക്ഷേ ചില പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് ഈ പെട്രോൾ അടിക്കാത്തവർക്ക് ഈ ടോയ്ലറ്റിൻ്റെ താക്കോൽ, ചിലർ താഴും താക്കോലൊക്കെ ഇട്ട് പൂട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള താക്കോൽ തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും കാര്യം സാധിച്ചു എന്ന് വരും. അതൊന്നും മാറ്റിയിട്ട് ഇതുപോലൊരു സംവിധാനത്തിലേക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ, ഇനി അതിന് ഇങ്ങോട്ട് വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ നമുക്ക് തരണമെന്നില്ല, ശൗചാലയങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മൊത്തത്തിൽ പരിപാടി ഒന്ന് കളറാവും. അടുത്തൊരു കുഞ്ഞു വാർത്തയുണ്ട്. മാതൃഭൂമിയിൽ മാത്രമാണ് ഞാൻ ആ വാർത്ത കണ്ടത്. മറ്റു പത്രങ്ങളിൽ ഇനി ഞാൻ കാണാത്തതാണോ എന്നറിയില്ല. ഡേ കെയറിൽ നിന്ന് 2 വയസ്സുകാരൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നെത്തി. ഡേ കെയർ അധികൃതർ അറിഞ്ഞില്ല. എത്ര വയസ്സുള്ള കുട്ടി? 2 വയസ്സുള്ള കുട്ടി ഡേ കെയറിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ വീട് വരെ വന്നു. പക്ഷേ ഡേ കെയറിലുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ല. നേമത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡേ കെയറിൻ്റെ തുറന്നു കിടന്ന ഗേറ്റിലൂടെ 2 വയസ്സുകാരൻ റോഡിലൂടെ നടന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി. ഞെട്ടിത്തരിച്ചു പോയ രക്ഷിതാക്കൾ മകൻ സുരക്ഷിതമായി വീട്ടിലെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ്. നേമം കല്ലിയൂർ കാക്കമൂലയിൽ താമസിക്കുന്ന അർച്ചനയുടെ മകൻ അങ്കിത് സുധീഷാണ് റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നത്. കാക്കമൂലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂൾ എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇത് എത്രത്തോളം സത്യസന്ധമാണ് ഈ വാർത്ത, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ കിട്ടുന്നത് വരെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് മറച്ചതായിരിക്കാം. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കൊടുത്തിട്ടില്ല. കരഞ്ഞും ഭീതിയോടെ ഓടിയും അങ്കിത് സുധീഷ് പോകുന്ന ദൃശ്യങ്ങൾ റോഡരികിലെ ഒരു CCTVയിൽ നിന്ന് വീട്ടുകാർക്ക് കിട്ടി. ഇതിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കുട്ടി കടന്നു പോയതായി കാണുന്നു. അങ്കിത് വീട്ടിലെത്തുന്നത് 2 മണി കഴിഞ്ഞിട്ടാണ്. സ്കൂളിൽ 3 ടീച്ചർമാരും ഒരു ആയയുമാണുള്ളത്. സംഭവ സമയത്ത് 3 ടീച്ചർമാരും സ്കൂളിന് പുറത്തേക്ക് പോയതായി പറയുന്നു. അങ്കിത് വീട്ടിലെത്തിയ ശേഷം വീട്ടുകാർ സ്കൂളിൽ വിവരം അറിയിച്ചപ്പോഴാണ് കുട്ടി പോയ കാര്യം സ്കൂൾ അധികൃതർ അറിയുന്നത്. ജീവനക്കാരുടെ എണ്ണം കുറവാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഗേറ്റ് പൂട്ടി സുരക്ഷിതമാക്കാത്തതിൽ പരാതി ഉയർന്നിട്ടുണ്ട്. അമ്മ അർച്ചനയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. 2 വയസ്സുള്ള കുട്ടി ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് ഡേ കെയറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 1.5 കിലോമീറ്റർ നടന്ന്, അത് കരഞ്ഞു, അത് ടെൻഷനായി. ആ കുട്ടി കടന്നു പോയിട്ടുള്ള മാനസികാവസ്ഥയൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതും 1 മണിക്ക് പാസ് ചെയ്തു പോയി 2 മണിയോടെ അടുത്താണ് വീട്ടിലേക്ക് എത്തുന്നത്. അതായത് 1 മണിക്കൂർ ഈ പ്രായത്തിലുള്ളൊരു കുട്ടി റോഡിലൂടെയൊക്കെ പോയി ആൾക്കാർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ ആ സമയത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, ആ ഏരിയ എനിക്ക് പരിചയമില്ല, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ആ സ്കൂളിൽ ആരും അത് അറിഞ്ഞില്ല. അതിൽ നിന്നൊരു കുട്ടി കുറഞ്ഞിട്ടെന്ന് പറയുമ്പോഴേ അത് വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇതിൻ്റെയും ഫോളോ അപ്പ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇത്രയും നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അവിടുത്തെ ജോലിക്കാരെന്നൊക്കെ പറയുമ്പോൾ എന്തവസ്ഥയാണത്. പിന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രസമുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഡ്രോൺ ആക്രമണത്തിനെ എങ്ങനെ ചെറുക്കാം എന്ന് പറയുന്നൊരു ട്യൂട്ടോറിയൽ ഉണ്ട് എന്നെനിക്ക് തോന്നി. അതായത് പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രതിഷേധിക്കാൻ വേണ്ടി പോകുന്ന കർഷകരെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഹരിയാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അത് ഈ ഡ്രോണൊക്കെ പറത്തിക്കൊണ്ട് ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഡ്രോൺ ഒന്നും പറത്തിയിട്ടുള്ള പരിപാടി അതിർത്തി പ്രദേശത്ത് വേണ്ട എന്ന് പഞ്ചാബ് ഓൾറെഡി ഹരിയാന സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിയാന ഓൾറെഡി റോഡ് കുഴിക്കലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാര്യം റോഡ് കുഴിച്ച് വലിയ കിടങ്ങാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതുവഴി സമരക്കാർ അകത്തേക്ക് പ്രവേശിക്കില്ലല്ലോ. നമ്മുടെ റോഡ് പൊളിഞ്ഞാലും വേണ്ടില്ല, അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തേക്ക് വരരുതെന്നൊക്കെ പറയുന്ന എന്തൊരു ആറ്റിറ്റ്യൂഡാണല്ലേ. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ഒന്നാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഡ്രോൺ പറത്തിയിട്ട് കണ്ണീർവാതകം പ്രയോഗിക്കൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കർഷകർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോൺ മോളിൽ കൂടി പോവല്ലേ, ഇത് എറിഞ്ഞിട്ട് കഴിഞ്ഞാലും കിട്ടാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ കർഷകരൊക്കെ കൂടി പട്ടം പറത്തി, പട്ടത്തിൻ്റെ നൂലിൽ കുരുങ്ങി കുറേ ഡ്രോണുകളൊക്കെ താഴെ വീണിട്ടുണ്ട്. പിന്നെ ഈ പുക വരുന്ന ഷെല്ലുകളില്ലേ, മറ്റേ പൊട്ടിയിട്ട് പുക വരുന്ന, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞ തുണി ഉപയോഗിക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം. കർഷകരുടെയൊക്കെ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുമല്ലോ. എന്തായാലും അവരുടെ പോരാട്ടം അത് വിജയിക്കേണ്ടതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ന്യായീകരണങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ മുഴുവൻ കർഷകരെ ഇപ്പം തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് വാദിക്കാനൊക്കെ പറ്റുമായിരിക്കും. ഇനി അത് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആദ്യം കൺവിൻസ് ചെയ്യേണ്ടത് കർഷകരെയാണ്. നിങ്ങൾ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയുമായിട്ട് വരുന്നു, അത് നന്നാവാനുള്ള പദ്ധതിയാണെന്ന് ആദ്യം കൺവിൻസ് ആവേണ്ടത് എനിക്കല്ലേ. അല്ലാതെ നിങ്ങളത് എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞാനെന്താ തടവ് പുള്ളിയോ? കർഷകരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അവിടെ നമ്മളിനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ കർഷകരോട് യുദ്ധം എന്നാണ് ദേശാഭിമാനിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഒരു അക്രമകരമായ ദൃശ്യമാണ് ദേശാഭിമാനിയുടെ ഫോട്ടോസിൽ വന്നിട്ടുള്ളത്. മാതൃഭൂമി കർഷകരോട് അനുനയത്തോടെയെന്നോ അങ്ങനെ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ
വില നിയന്ത്രണത്തിന് ഇടപെടൽ എന്നാണ് സപ്ലൈകോയിലെ 13ഓളം സാധനങ്ങൾക്കുള്ള സബ്സിഡി വെട്ടിക്കുറച്ചതിന് ദേശാഭിമാനി കൊടുത്തിട്ടുള്ള തലക്കെട്ട്. ആ കാര്യം വാർത്തയിൽ എവിടെയും മെൻഷൻ ചെയ്ത് കണ്ടുമില്ല. അതുപോലെ നിക്ഷേപ സമാഹരണത്തിൽ റെക്കോർഡിട്ടു എന്നുള്ള ഒരു പോസിറ്റീവ് വാർത്തയും കൂടി ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം മറ്റ് പത്രങ്ങളിൽ ഉള്ളതൊക്കെ തന്നെയാണ്. അതല്ലാത്ത ഒരു ഡിഫറെൻറ്റ് വാർത്ത അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നിപ്പിച്ച ഒരു വാർത്ത ഇനി പറയാനില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ UVDV എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.